KR ഇന്ദിര എന്ന് പറഞ്ഞിട്ട് ഒരു ആകാശവാണിയിലെ ജീവനക്കാരി ഉണ്ടായിരുന്നു. അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അവർ പറയുന്നത് മുസ്ലിം സ്ത്രീകൾ പന്നികൾ പെറുന്നത് പോലെ പെറ്റുകൂട്ടുകയാണ്, പൈപ്പ് വെള്ളത്തിൽ മരുന്ന് കലർത്തിയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് എഴുതി. സുവമോട്ടോ സ്വമേധയാ പോലീസ് കേസെടുക്കേണ്ടതാണ്. പോലീസ് കേസെടുക്കുന്നില്ല. കൊടുങ്ങല്ലൂരിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ വിപിൻ ദാസ് എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകൻ പരാതി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. ഒരു നടപടിയില്ല. പരാതി കൊടുത്തതിന് നിരന്തരം ഫോളോ അപ്പ് ചെയ്യുന്നു, ഒരു നടപടിയില്ല. അവസാനം വിപിൻ ദാസ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ പരാതി കൊടുത്തു അതിനുശേഷം ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിരന്തരം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഭാഗത്തുള്ള നിരന്തര അന്വേഷണങ്ങൾ, തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ, വേറെ ഏതെങ്കിലും സംഗതികളുമായിട്ട് ബന്ധമുണ്ടോ, എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, ഈ മനുഷ്യനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെ? ഇന്ദിരയല്ല, ഈ പരാതി കൊടുത്ത വിപിൻ ദാസ് എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുക, ഈ പരാതിയും അതിലുള്ള ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഇവർ ഈ നിലക്കുള്ള വിദ്വേഷ പ്രസ്ഥാനം തുടർന്നുകൊണ്ടിരിക്കും. ഹിന്ദുക്കൾ നാമജപം നടത്തിയിരുന്നാൽ പോരാ, വെട്ടാൻ പഠിക്കണം എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ നിലക്കുള്ള വേറൊരുത്തൻ ഹാദിയെ പച്ചക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് എഴുതിയ ഒരുത്തനെ പിടിച്ചിട്ട് നവോത്ഥാന സമിതിയുടെ ജോയിൻറ്റ് കൺവീനറാക്കി. അത് വിമർശിക്കപ്പെട്ടപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ടൊരു നേതാവ് പറഞ്ഞത്, വളാഞ്ചേരി എന്നുള്ള നേതാവ് പറഞ്ഞത് ഖലീഫ ഉമറാണെന്നാണ്. ഇങ്ങനെ വിദ്വേഷ പ്രചാരകരെ പൊതിഞ്ഞു വെക്കുക, അവരെ സംരക്ഷിക്കുക, ഇത് സർക്കാർ ഒരു സമീപനമായി സ്വീകരിച്ചു. നേരെ മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? നോക്കൂ, ഫലസ്തീനിലെ കൂട്ടക്കൊലയ്ക്ക് അതിൽ കോംപ്ലിസിറ്റാണ് എന്ന് ആരോപിക്കപ്പെടുന്ന സ്റ്റാർബക്സ് അത് ബഹിഷ്കരിക്കണമെന്ന് കോഴിക്കോട് പോസ്റ്റർ ഒട്ടിച്ച വിദ്യാർത്ഥികൾക്കെതിരെ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കേസെടുത്തു. എന്ത് മടയത്തരാന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റാർബക്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും മതവുമായി ബന്ധപ്പെട്ടാണ്? അതൊരു MNC ആണ്, ഒരു അന്താരാഷ്ട്ര ഗ്ലോബൽ നെറ്റ്വർക്കാണ്. അത് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിച്ച വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പ്രചാരണത്തിന് കേസെടുക്കുക, മതവർഗീയത പ്രചരിപ്പിച്ചു പറഞ്ഞിട്ട് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ചേർത്തിട്ട് കേസെടുക്കുക. ഇത് വ്യാപകമായി നടന്നു. ഇത് ഫലസ്തീൻ സമരകാലത്ത് ഈ ഫലസ്തീൻ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപകമായി കേസെടുക്കുന്നുണ്ട്. സമാനമായ സംഗതിയായിരുന്നു CA പ്രക്ഷോഭകാലത്ത്. CAക്കെതിരെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ BGM ഇട്ട് കൊടുക്കും. പക്ഷേ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ വ്യാപകമായി കേസെടുത്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപകമായി കേസെടുക്കുന്നു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ, വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, മുസ്ലിം വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന ഭാരവാഹികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നു. എല്ലാവർക്കെതിരെയുള്ള കേസെന്താണ്? വർഗീയത, മതസ്പർദ്ധ, വിദ്വേഷം പരത്തൽ. പക്ഷേ യഥാർത്ഥത്തിൽ വിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ സംരക്ഷിക്കുന്നു, അവരെ പൊതിഞ്ഞു വെക്കുന്നു, അവരെ പരിലാളിക്കുന്നു, അവരെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടു നടക്കുന്നു. ഇതാണ് കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി എന്തോ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. സർക്കാരിൻ്റെ സമീപനം എന്താണ്? ഈ സമൂഹത്തെ വിഭജിക്കുന്ന, വലിയ തോതിലുള്ള സാമൂഹിക സ്പർദ്ധയുണ്ടാക്കുന്ന, വിഭജനം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് സർക്കാരിൻ്റെ പാട്രണേജ് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് വിഷയം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ പാട്രണേജ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെ ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഒരു ഇംഗ്ലീഷ് പത്രം, ദ ഹിന്ദു പത്രത്തിന് മലപ്പുറം ജില്ലക്കെതിരെ സവിശേഷമായ ഒരു പരാമർശം ഇൻ്റർവ്യൂവിലൂടെ നൽകുന്നു. അടുത്ത ദിവസം അദ്ദേഹം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നോക്കൂ, ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കോട്ട് വന്നിട്ട് നമ്മുടെ ഹിന്ദു പത്രത്തിൻ്റെ കേസെടുക്കണ്ടേ? കാരണം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. 40-40 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു ജില്ലയ്ക്കെതിരെ കൊടിയ അപരാധം അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടിച്ച് വരികയാണ് ഇംഗ്ലീഷ് പത്രത്തിൽ. എന്നിട്ട് അടുത്ത ദിവസം അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയും. എന്താ വെള്ളരിക്കപ്പെട്ടതാണോ? മുഖ്യമന്ത്രിയുടെ പേരിൽ ആർക്ക് എന്ത് തോന്നിയാൽ എഴുതി വിടാമെന്നാണ്. അങ്ങനെ ദ ഹിന്ദു പത്രത്തിനെതിരെ, അതിൻ്റെ പത്രാധിപർക്കെതിരെ കേസെടുക്കണ്ടേ? അത് അങ്ങനെ ഉണ്ടായില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇതൊരു എൻ്റർപ്രൈസായിട്ട് വർക്ക് ചെയ്യായിരുന്നു. മലപ്പുറം ജില്ലയിലെ കേസുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള വർധന, മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ഇത് കോറിലേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. മലപ്പുറത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണം എന്ന് പറയുന്ന ട്വിറ്റർ സ്പേസിലുള്ള പല കണ്ടൻറ്റുകളും ഉത്തരേന്ത്യയിൽ വരുന്ന കാലത്ത് തന്നെയാണ് മലപ്പുറം ഒരു ക്രിമിനൽ ക്യാപിറ്റലായി മാറുന്ന സ്വഭാവത്തിൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അത് വിമർശനത്തിന് വിധേയമാകുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ
മലപ്പുറത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മലപ്പുറത്തെ സ്വർണ്ണ ഇടപാടിനെ കുറിച്ച് കള്ളക്കണക്കുകൾ പറഞ്ഞുകൊണ്ട് ശരിയല്ലാത്ത കണക്കുകൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ ഇൻ്റർവ്യൂ വരിക, ഈ വെള്ളാപ്പള്ളി നടേശൻ വേറെ നിലയ്ക്ക് പ്രചാരണം നടത്തുക, വെള്ളാപ്പള്ളി നടേശന് പട്ടും വളയും നൽകി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ചേർന്ന് ആദരിക്കുക, സ്റ്റേജോട് സ്റ്റേജ് ചേർന്ന് ആദരിക്കുക. ഈ ടോട്ടാലിറ്റിയിൽ ഇതിനൊക്കെയാണ്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ഏതോ ഒരു ദിവസം ഒരു പ്രസ്താവന നടത്തി പുള്ളി അങ്ങോട്ട് പോയി, ഇതല്ല വിഷയം. ഈ സർക്കാർ ഈ ഒരു സമുദായത്തെ, ഒരു ജനതയെ പൈശാചികവൽക്കരിച്ച് ആളുകൾക്ക് എറിഞ്ഞുകൊല്ലാൻ പാകത്തിൽ ഇട്ടുകൊടുക്കുന്ന ഈ സമീപനം, ഈ പദ്ധതിയോട് മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നതാണ് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം. അതിനോട് ഒരു ജനത പകരം വീട്ടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും അവരെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ ദിവസം കാണിക്കുന്നത്.